വെളിച്ചെണ്ണ വില കുതിക്കുന്നുണ്ട്. ലിറ്ററിന് 400 രൂപയാണ്. പക്ഷേ പ്രതിസന്ധിയിലാകുന്നത് പ്രത്യേകിച്ചും ചെറുകിട വ്യാപാരികളാണ്. പിന്നെ സാധാരണക്കാരായ വെളിച്ചെണ്ണ കൂടുതലായി ഉപയോഗിക്കുന്ന നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കൊപ്ര വിലയിലെ കുതിപ്പ്, ഒപ്പം പണപ്പെരുപ്പം, ഇതൊക്കെയാണ് വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു വില കൂടാനായുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും വില കൂടാൻ തന്നെയാണ് സാധ്യത. 180 രൂപയിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണയുടെ വില 400 രൂപ പിന്നിട്ടത്. കൊപ്ര വിലയിലെ കുതിപ്പും പണപ്പെരുപ്പവുമാണ് വെളിച്ചെണ്ണ വിപണിയെ പൊള്ളിക്കുന്നത്. നാളികേര കൃഷിയിലുണ്ടായ പ്രതിസന്ധിയും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. നിലവിൽ ചില്ലറ വിപണിയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 430 രൂപ മുതൽ 470 രൂപ വരെയാണ് വില. ഇങ്ങനെ പോയാൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഒഴിവാക്കാൻ സാധാരണക്കാർ നിർബന്ധിതരാകും. അല്ലെങ്കിൽ പാചകാവശ്യത്തിനായി പാമോയിൽ ഉൾപ്പെടെയുള്ള സസ്യ എണ്ണകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്നും ജനങ്ങൾ പറയുന്നു. സാധാരണ രീതിയിൽ വെളിച്ചെണ്ണ വാങ്ങിനും ഇപ്പോൾ വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ പാമോയിൽ ഇങ്ങനെയുള്ള ഓയിലുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പം ഇങ്ങനെ മേടിക്കാൻ പറ്റുമോ മോളെ? ആർക്കാ ജീവിക്കാൻ പറ്റുമോ? 4 ലിറ്ററിൻ്റെ പൈസയല്ലേ 1 ലിറ്ററിന് നമ്മൾ കൊടുക്കുന്നത്. എന്തെങ്കിലും കിട്ടിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാവൂല മനുഷ്യന്മാർക്ക് ജീവിക്കാനൊന്നും. കൊപ്രയുടെ ലഭ്യതക്കുറവ് മൂലം മില്ലുകൾ പ്രവർത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നുണ്ട്. കൊപ്ര കിട്ടാനില്ല. കൊപ്രക്കാണെങ്കിൽ വില കൂടുതലുമാണ്. എല്ലാവരും ഇപ്പം വെളിച്ചെണ്ണ ഒഴിവാക്കി ഓയിലിലേക്കാണ് മാറുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്കും. പണിക്കാർക്കും ഇപ്പം പണിയില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുതിച്ചതോടെ വിപണിയിൽ മായം കലർന്ന വെളിച്ചെണ്ണയുടെ വരവും കൂടി. അതേസമയം ഓണം അടുക്കുമ്പോഴേക്കും വെളിച്ചെണ്ണയുടെ വില 600 കടക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോഴിക്കോട്.